ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം അലീന. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ തന്ന ഒരു പുതിയ സ്റ്റോറി ആയിട്ടാണേ. അടിപൊളി സ്റ്റോറിയാണ്. അപ്പോൾ നമുക്ക് കേട്ടാലോ. ഞാൻ മോഹൻ തമ്പി, വയസ്സ് 51, തൃശ്ശൂരാണ് സ്വദേശം. എൻ്റെ ഭാര്യ രാധിക മോഹൻ തമ്പി ഇപ്പോഴില്ല. ഏക മകൾ വീണ മോഹൻ തമ്പി, വയസ്സ് 26, ഇപ്പോൾ രണ്ടാമത്തെ കുട്ടിയെ ഗർഭം ധരിച്ചിരിക്കുന്നു. ഇനി കാര്യത്തിലേക്ക് കടക്കാം. നമ്മൾ കുറച്ചു വർഷം പിന്നിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. വളരെ സന്തോഷമായി തൃശ്ശൂരിൽ കഴിഞ്ഞിരുന്ന കാലമായിരുന്നു അത്. ഞാനും എൻ്റെ ഭാര്യ രാധികയും കൂടി ഒരു ചെറിയ ലോക പര്യടനത്തിന് തയ്യാറെടുക്കുന്ന കാലം. ഏക മകൾ വീണ മോഹൻ തമ്പിയെ 22-ാം വയസ്സിൽ വിവാഹം കഴിപ്പിച്ച് ഭർത്താവ് ജിനുവിനൊപ്പം ചിക്കമംഗ്ലൂർക്ക് അയച്ചതോടെ ഞാൻ എൻ്റെ ബിസിനസ് തിരക്കുകളൊക്കെ നിർത്തി സ്വസ്ഥമായിരിക്കാൻ തീരുമാനിച്ചു. തലമുറകൾ കഴിയാനുള്ള വക അപ്പനപ്പൂപ്പന്മാരായിട്ടുണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ ബിസിനസ്സൊക്കെ നോക്കി നടത്താൻ മാനേജർമാരുണ്ട്. എല്ലാത്തിലും എൻ്റെ ഒരു മേൽനോട്ടം മാത്രം മതി. ഞങ്ങളുടെ ഇരുവരുടെയും മാതാപിതാക്കൾ വളരെ മുമ്പേ മരിച്ചുപോയിരുന്നു. എൻ്റെ അച്ഛൻ്റെ ഒപ്പം പ്രവർത്തിച്ചിരുന്ന വിശ്വസ്തരായിരുന്നു എൻ്റെ മാനേജർമാർ. അതിനാൽ എനിക്കും ബിസിനസ് നല്ല നിലയിൽ വളർത്തി മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. രാധികയും എൻ്റെ കൂടെ ബിസിനസ്സിലുണ്ടായിരുന്നതിനാൽ യോജിപ്പോടെ പോകാനും കഴിഞ്ഞിരുന്നു. ഞങ്ങളാണെങ്കിൽ ജീവിതം നന്നായി ആസ്വദിച്ചാണ് കഴിഞ്ഞിരുന്നത്. എന്നാൽ ആർഭാടങ്ങളൊന്നുമില്ല. യാത്രകൾ ചെയ്യുക, രാധികയോടും വീണയോടും ഒപ്പം. അതായിരുന്നു ഞങ്ങളുടെ പ്രധാന വിനോദം. ഞങ്ങൾ എവിടെ പോയാലും മോളും ഉണ്ടാകും. ഈ കണ്ട സ്വത്തുക്കൾക്ക് മുഴുവൻ ആകെ അവകാശിയായുള്ളത് ഞങ്ങളുടെ ഏക മകൾ വീണയും. പിന്നെ വെറുതെ എന്തിന് കിടന്ന് പെടാപ്പാട് പെടണം. അങ്ങനെയാണ് എനിക്കും രാധികയ്ക്കും ലോക പര്യടനം എന്ന പൂതി കയറിയത്. 1 മാസത്തെ ആദ്യ യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ മിക്കവാറും പൂർത്തിയാക്കി വന്നപ്പോഴാണ് പെട്ടെന്നത് സംഭവിച്ചത്. ഒരു നെഞ്ചുവേദന, ഒരു തലകറക്കം. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും എല്ലാം കഴിഞ്ഞു. എൻ്റെ രാധിക ഞങ്ങളുടെ 23-ാം വിവാഹ വാർഷികത്തിൻ്റെ പിറ്റേ ആഴ്ച വെറും 45-ാം വയസ്സിൽ എന്നോടൊന്നും പറയാതെ, ഒന്നും ഉരിയാടാതെ എന്നെ ഒറ്റയ്ക്കാക്കി ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. അങ്ങനെ എൻ്റെ 47-ാം വയസ്സിൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ജീവിതത്തിൽ തനിച്ചായി. അവളുടെ വേർപാടിൻ്റെ നൊമ്പരങ്ങളുമായി ഞാൻ എന്നിലേക്ക് തന്നെ ഒതുങ്ങി. തൃശ്ശൂരിൽ ആ വലിയ വീട്ടിൽ ദിവസങ്ങൾ തള്ളി നീക്കി. എന്തുകൊണ്ടോ മദ്യത്തിൽ അഭയം തേടിയില്ല. അതിന് എൻ്റെ മാനേജർമാർ സമ്മതിച്ചില്ല എന്നതാവും കൂടുതൽ ശരി. അവർ പലപ്പോഴും ഓരോ കാര്യങ്ങളുമായി എന്നെ സമീപിച്ചുകൊണ്ടിരുന്നു. ആലോചിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്, ഞാൻ തളരാതിരിക്കാൻ അവർ മനഃപൂർവ്വം അങ്ങനെ ചെയ്തതാണെന്ന്. എന്തായാലും അവരോടെല്ലാം നന്ദിയുണ്ട്. അങ്ങനെ 2-3 മാസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം വൈകുന്നേരം എൻ്റെ മകൾ വീണയും മരുമകൻ ജിനുവും കൂടി എന്നെ കാണാനായി തൃശ്ശൂർക്ക് വന്നു. വന്നതിൻ്റെ പിറ്റേന്ന് രാവിലെ കാപ്പികുടി കഴിഞ്ഞ് വർത്താനം പറഞ്ഞിരിക്കെ വീണ എന്നോട് അവരോടൊപ്പം ചിക്കമംഗ്ലൂർക്ക് ചെന്ന് താമസമാക്കണം എന്നാവശ്യപ്പെട്ടു. ജിനുവും അതിനെ പിന്താങ്ങി. പറ്റില്ല എന്ന് ഞാൻ എത്ര പറഞ്ഞിട്ടും അവരത് കേൾക്കാൻ തയ്യാറായിരുന്നില്ല. മാസത്തിൽ 15, 20, 25 ദിവസം ബിസിനസ് ആവശ്യങ്ങൾക്കായി ജിനു യാത്രയിലായിരിക്കും. അതിനാൽ ഞാൻ അവിടെ ഉണ്ടാകുന്നത് വീണയ്ക്കൊരു കൂട്ടാകുമെന്നവർ പറഞ്ഞു. ഇടയ്ക്കെല്ലാം എനിക്ക് തോന്നുമ്പോൾ ഒക്കെ തൃശ്ശൂർക്ക് പോരാമല്ലോ, ഞാനിവിടെ തനിച്ചാണല്ലോ എന്ന വീണയുടെ ആദിയും തീരും. വീണയ്ക്കായിരുന്നു ഏറ്റവും നിർബന്ധം. പിന്നെ പറ്റുമെങ്കിൽ അവരുടെ എസ്റ്റേറ്റിലെ കാര്യങ്ങളൊന്ന് നോക്കിയാൽ എനിക്ക് ബോറടിയും മാറും. എനിക്ക് ഡ്രൈവിംഗ് ഇഷ്ടമായതിനാൽ ഇടയ്ക്കുള്ള തൃശ്ശൂർ ചിക്കമംഗ്ലൂർ യാത്ര ഞാൻ വളരെ ഇഷ്ടപ്പെടും എന്ന് വീണ ഉറപ്പിച്ചു പറഞ്ഞു. ആ യാത്ര പണ്ടും എനിക്കിഷ്ടമായിരുന്നു എന്നവൾക്കറിയാം. കാരണം ഞങ്ങൾ 3 പേരും കൂടിയാണല്ലോ തൃശ്ശൂർ ചിക്കമംഗ്ലൂർ യാത്ര പോയിരുന്നത്. അവസാനം എനിക്ക് സമ്മതിക്കേണ്ടി വന്നു. എൻ്റെ ഏക മകളായ വീണ പണ്ടേ അങ്ങനെയാണ്. അവൾക്ക് സ്നേഹപൂർവ്വം എങ്ങനെ എന്നെ സമ്മതിപ്പിക്കണം എന്ന് നന്നായി അറിയാം. ചെറുപ്പം മുതൽ അവൾ അങ്ങനെയാണ്. ഞാനാണ് അവളുടെ ലോകം. ഞാൻ വേണം അവൾക്കെല്ലാം തിരഞ്ഞെടുക്കാൻ. എൻ്റെ അഭിപ്രായം മാത്രമേ അവൾ വകവയ്ക്കൂ. അവളുടെ ഡ്രസ്സുകൾ പോലും ഞാൻ നല്ലതെന്ന് പറയണം. രാധികയും വീണയുമായി അതിനെല്ലാം മിക്കവാറും വഴക്കിടും.
വീണയ്ക്ക് മോഡേൺ വസ്ത്രങ്ങൾ ഇടണം. രാധികയ്ക്ക് അതത്ര ഇഷ്ടമല്ല. എന്നാൽ ഞാൻ ഓക്കെ പറഞ്ഞാൽ പിന്നെ രാധിക എതിർക്കാറില്ല. പെണ്ണിനെ വഷളാക്കിക്കോ, വല്ല വീട്ടിലും ചെന്ന് കയറേണ്ടതാണ്. അവസാനം അച്ഛൻ്റെ കൂടെ കഴിയേണ്ടി വരും, പറഞ്ഞേക്കാം. രാധിക എന്നോട് ദേഷ്യപ്പെടും. ഞാൻ ചിരിക്കും. അപ്പോൾ വീണ ഓടി വന്ന് എൻ്റെ മടിയിൽ കയറിയിരുന്ന് കഴുത്തിൽ കൈകൾ ചുറ്റി തോളിൽ ചല ചായച്ചൊരിരിപ്പുണ്ട്. ഞാൻ എന്നും അച്ഛൻ്റെ കൂടെ കഴിഞ്ഞോളാം. വീണ മുഖം വീർപ്പിച്ച് പറയും. എൻ്റെ പൊന്നുമോൾ അച്ഛൻ്റെ കൂടെ കഴിഞ്ഞോ? ഞാൻ പൊട്ടിച്ചിരിക്കും. രാധിക അത് കണ്ട് പോകാൻ തുടങ്ങിയാൽ ഞാൻ അവളെയും എൻ്റെ അരികിൽ പിടിച്ചിരുത്തും. മെല്ലെ ആ പിണക്കം മാറി മോളുടെ കവളിൽ രാധിക ഉമ്മകൾ നൽകും. എത്രയോ തവണ ഇതീ വീട്ടിൽ ആവർത്തിച്ചിരിക്കുന്നു. ഞങ്ങൾ 3 പേരും യാത്ര പോയാലും ഇതൊക്കെ തന്നെ സംഭവിക്കും. ജിനുവിനെ പോലും ഞാൻ തിരഞ്ഞെടുത്തത് കൊണ്ട് മാത്രമാണ് അവൾ സമ്മതിച്ചതെന്ന് അവൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പിന്നെ മോളും മരുമകനും പറഞ്ഞ ഈ മാറ്റം ഒന്ന് പരീക്ഷിക്കാം എന്ന് ഞാനും തീരുമാനിച്ചു. ഏകാന്തത വല്ലാത്തൊരു വീർപ്പുമുട്ടലാണ്, പ്രത്യേകിച്ച് ഈ അകാലത്തിൽ. അങ്ങനെ ഒരാഴ്ചയ്ക്കകം വീട് നോക്കാനായി ഞങ്ങളുടെ ഒരു വിശ്വസ്തനെ പറഞ്ഞേൽപ്പിച്ച് ഞാനും എൻ്റെ കാറുമായി അവർക്കൊപ്പം ചിക്കമംഗ്ലൂരിലേക്ക് യാത്രയായി. ഡ്രൈവിംഗ് പഠിച്ച കാലം മുതലേ എന്നും എനിക്കൊരു ലഹരിയായിരുന്നു. രാധികയും മോളും അതിനൊപ്പം എന്നും കൂടി. ഒരു കുന്നിൻ മുകളിലെ 200 ഏക്കർ വിശാലമായ എസ്റ്റേറ്റിൻ്റെ നടുവിലാണ് ഈ വലിയ വീട്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഒരിക്കൽ ഞാനും രാധികയും ഇവിടെ വന്നിരുന്നു. അതിനുശേഷം ഇതിൻ്റെ പഴയ ഉടമസ്ഥൻ ഇത് വിൽക്കാനിട്ടപ്പോൾ ഞങ്ങൾ അതന്ന് വീണയുടെ പേരിൽ വാങ്ങിയതാണ്. ഇവിടെ വന്ന് സെറ്റിലാകും എന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയിരുന്നില്ല. മനോഹരമായ ഒരു ബംഗ്ലാവാണിത്. വിശാലമായ ഒരു ഹാളിന് ചുറ്റുമായി 3 വിശാലമായ മുറികൾ, അതിലെല്ലാം ബാത്ത് അടക്കം എല്ലാ സൗകര്യങ്ങളോടും കൂടിയ വിശാലമായ ബാത്റൂമുകൾ, എല്ലാ ആധുനിക സൗകര്യങ്ങളും ഉള്ള ഒരു വലിയ അടുക്കള. ഒരു വേലക്കാരി വന്ന് അകത്തെയും അടുക്കളയിലെയും പണിയെല്ലാം തീർത്ത് മിക്കവാറും ഉച്ച കഴിയുമ്പോൾ പോകും. അല്ലെങ്കിൽ പുറത്തെ പണികൾ ചെയ്യും. ചിലപ്പോൾ പുറത്തെ പണികൾക്ക് അവരെ സഹായിക്കാൻ അവർ തന്നെ 1-2 പേരെ കൊണ്ടുവരും. ഞങ്ങൾ വാങ്ങിയ കാലം മുതലേ ഉള്ള വേലക്കാരിയുടെ കുടുംബമാണ് ഇപ്പോഴും ഇവിടെ ജോലിക്ക്. ഞങ്ങൾ വാങ്ങുമ്പോൾ ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. പതിയെ ഞങ്ങൾ പണിയിച്ചെടുത്തതാണ് ഇവയെല്ലാം. പിന്നെ കാലം മാറിയതിനനുസരിച്ച് എസ്റ്റേറ്റിൽ ഒരു പ്രൈവറ്റ് മൊബൈൽ ടവറും ഇൻ്റർനെറ്റും തുടങ്ങിയ എല്ലാ ആധുനിക സൗകര്യങ്ങളും കാലാകാലങ്ങളിൽ ഞങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. വീണയുടെ ചെറുപ്പം മുതലേ പലപ്പോഴും ഞങ്ങൾ ഇങ്ങോട്ട് യാത്ര വരാറുണ്ടായതിനാൽ അവൾക്കും ഇത് 2ാം വീടായി മാറിയിരുന്നു. അതിനാൽ കല്യാണശേഷം ജിനുവിൻ്റെ ഒപ്പം ഇങ്ങോട്ട് മാറിയപ്പോൾ അവൾക്ക് അവളുടെ വീട്ടിലേക്ക് വന്നതുപോലെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചിക്കമംഗ്ലൂരിൽ ചെന്ന് ഏതാണ്ട് ഒരാഴ്ചയ്ക്കകം ഞാൻ ഇവിടുത്തെ ജീവിതവുമായി ഇണങ്ങിയെന്ന് തന്നെ പറയാം. മുമ്പെല്ലാം ഈ എസ്റ്റേറ്റ് നോക്കാൻ മാത്രം വല്ലപ്പോഴും വന്ന് തങ്ങിയിട്ട് തിരിച്ചു പോകാറാണ് പതിവ്. അപ്പോഴെല്ലാം ഇവിടുത്തെ പ്ലാന്റേഴ്സ് ക്ലബ്ബിൽ ഞാൻ പോകാറുണ്ടായിരുന്നു. അതിനാൽ മിക്കവാറുമായി നല്ല പരിചയമായിരുന്നു. എന്നാലും കൂട്ടുകാർ എന്ന പോലെ ആരും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് അവിടുത്തെ മെമ്പർഷിപ്പ് സ്വന്തമാക്കിയിരുന്നു. അതിലെ പൊളിറ്റിക്സ് ഒന്നും എൻ്റെ താല്പര്യത്തിലില്ലാത്തതിനാൽ എനിക്കവിടെ ശത്രുക്കളില്ലായിരുന്നു. പകൽ സമയം എസ്റ്റേറ്റിലെ കാപ്പിത്തോട്ടങ്ങളുടെ നോക്കി നടത്തിപ്പുമായി സമയം ചെലവിടും. വൈകുന്നേരം 4 മണി കഴിഞ്ഞാൽ ഒരു മഗ് ചായയുമായി ടെറസിൽ പോയിരുന്ന് കുറച്ചു നേരം വായിക്കും. വീണയെ ഇതിൻ്റെ ഉടമ എന്ന നിലയിൽ ചെറുപ്പം മുതലേ എല്ലാവർക്കും അറിയാമായിരുന്നു. വിവാഹശേഷം അത് ജിനുവിനെ കൂടി ഏൽപ്പിച്ചു. എല്ലാവരും ആത്മാർത്ഥതയുള്ള ജോലിക്കാർ. അതിനാൽ വീണയും ജിനുവും ഇങ്ങോട്ട് താമസിക്കാൻ എത്തിയപ്പോൾ എനിക്കും രാധികയ്ക്കും യാതൊരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. വീണ ബിസിനസ് മാനേജ്മെൻറ്റിൽ മാസ്റ്റേഴ്സ് എടുത്തതിനാൽ ഇതിൻ്റെ മാനേജ്മെൻറ്റ് അവളാണ് നടത്തി വന്നിരുന്നത്. ജിനുവിന് അവൻ്റേതായ വേറെ ബിസിനസ് കർണാടകയിലുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് അവൻ്റെ യാത്രകൾ. അവൻ്റെ കുടുംബവും ഒരു ബിസിനസ് ഫാമിലി ആയിരുന്നു. ഒറ്റ മകൻ. മിക്ക ദിവസവും 6:30 മണിയോടെ കാറുമായി ഞാൻ ചിക്കമംഗ്ലൂർ പ്ലാന്റേഴ്സ് ക്ലബ്ബിലേക്ക് പോകും. അവിടെ ഇരുന്ന് അല്പം സൊറ പറയും. മൂടുണ്ടെങ്കിൽ അല്പം ബില്യാർഡ്സ് കളിക്കും. ഇതിനിടെ പതിവ് ശീലമായ 2 പെഗ്ഗടിക്കും. 9 മണിയോടെ മടങ്ങും.
വീട്ടിൽ വന്നാണ് ഭക്ഷണം. അത് വീണയ്ക്ക് നിർബന്ധമാണ്. എനിക്കിഷ്ടപ്പെട്ടതെല്ലാം അവൾ ഉണ്ടാക്കി വെപ്പിക്കും. ചില പരീക്ഷണങ്ങൾ അവൾ നടത്തുന്നത് എൻ്റെ അഭിപ്രായത്തിനായി കാത്തുവെക്കും. ഞാൻ നല്ലതെന്ന് പറഞ്ഞാൽ പഴയ കൊച്ചുകുട്ടിയായി എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കും. പണ്ടേ അവൾ അങ്ങനെയാണ്. എൻ്റെ അഭിനന്ദനങ്ങൾ നേടിയാൽ പിന്നെ എൻ്റെ കഴുത്തിൽ തൂങ്ങി എൻ്റെ 2 കവളിലും ഉമ്മ വെച്ച് താങ്ക്സ് അച്ഛ എന്ന് സന്തോഷത്തോടെ പറയും. അത് കേൾക്കുമ്പോൾ എൻ്റെയും മനസ്സ് നിറയും. കല്യാണം കഴിഞ്ഞ് 2 വർഷമായിട്ടും വീണയ്ക്കും ജിനുവിനും കുട്ടികളായിട്ടില്ല. 2 പേരും പ്ലാനിങ്ങിലാണെന്നാണ് പറഞ്ഞത്. പ്രായമൊന്നും ആയില്ലല്ലോ എന്നാണ് വാദം. അവരുടെ സ്വകാര്യത ആയതിനാൽ ഞാനോ രാധികയോ ചോദിക്കാനോ നിർബന്ധിക്കാനോ പോയിട്ടില്ല. പിന്നെ എനിക്കിപ്പോഴും അവൾ എൻ്റെ ചെല്ലക്കുട്ടിയായ മകളാണല്ലോ. മുത്തശ്ശനാവാൻ അച്ഛനും പ്രായമൊന്നും ആയിട്ടില്ലല്ലോ, വീണ പറഞ്ഞു. ആവുമ്പോൾ കുട്ടികൾ താനേ വന്നോളും. അവൾ ഒരു കണ്ണിറുക്കി ചിരിച്ച് എന്നോട് പറഞ്ഞു. ജിനു വീട്ടിലുള്ളപ്പോൾ മാസത്തിൽ ഒരാഴ്ച ഞാൻ തൃശ്ശൂരിലെത്തും. ഇവിടുത്തെ ബിസിനസ് കാര്യങ്ങൾ നോക്കി തിരിച്ചു പോകും. അങ്ങനെ 3-4 മാസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം പതിവ് പോലെ വൈകിട്ട് ചായയുമായി ഞാൻ ടെറസിൻ്റെ മുകളിൽ വായനയ്ക്കായി എത്തി. വായനയ്ക്കിടെ എപ്പോഴോ പിൻമുറ്റ ഭാഗത്തു നിന്നായി വെള്ളം ചിതറി വീഴുന്ന ശബ്ദം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതെന്താണെന്നറിയാനായി ഞാൻ ടെറസിൻ്റെ പിൻഭാഗത്ത് ചെന്ന് താഴേക്ക് നോക്കി. സത്യം പറഞ്ഞാൽ അപ്പോഴാണ് ഞാൻ വീടിൻ്റെ പിൻഭാഗത്തുള്ള ഉയർന്ന മേൽക്കൂരയുള്ള നീളമുള്ള കുളിമുറി ശ്രദ്ധിക്കുന്നത്. ചുമരുകൾക്ക് മുകളിൽ 4 മൂലയ്ക്കും 2 അടിയോളം ഉയരത്തിൽ പിൻഭാഗത്തേക്ക് ചെരിഞ്ഞാണ് മേൽക്കൂര. നല്ല വായുസഞ്ചാരം കിട്ടുന്നതിനാവണം അങ്ങനെ നിർമ്മിച്ചിരിക്കുന്നത്. ദോഷം എന്താണെന്ന് വെച്ചാൽ ടെറസിൽ നിന്ന് നോക്കുന്നയാൾക്ക് അകത്തുള്ള ആളെ മുഴുവനായി കാണാം. കാരണം കുളിസ്ഥലം പിറകിലെ ചെരുവിലെ ചുമരിൻ്റെ വശത്തേക്കാണ് ക്രമപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ നിന്ന് നോക്കിയാൽ ടെറസിലുള്ളയാളെ കാണുകയില്ല. കുളിമുറിയിൽ അവിടെ വീണയ്ക്ക് വീട്ടുസഹായത്തിനായി നിൽക്കുന്ന പെണ്ണ് ജോലി കഴിഞ്ഞ് പോകാനുള്ള തയ്യാറെടുപ്പിനായി കുളിക്കുകയാണ്. കാണാൻ സാമാന്യം ഭേദപ്പെട്ട ശരീരമുള്ള ഇരുനിറക്കാരി, 18 കഴിഞ്ഞ ഒരു കിളുന്ത് പെണ്ണ്. ഞാൻ നോക്കുമ്പോൾ അവൾ ടവൽ മാത്രം ചുറ്റി നിന്ന് സോപ്പ് തേക്കുകയാണ്. ടെറസിൻ്റെ മുകളിൽ നിന്നായതിനാൽ എനിക്കെല്ലാം വ്യക്തമായി തന്നെ കാണായിരുന്നു. അവളുടെ ആ ഒരു നിൽപ്പും ടവലിൽ പൊതിഞ്ഞുള്ള ശരീരവും എന്നെ വല്ലാതെ ഹരം പിടിപ്പിച്ചു. അവൾ അവളുടെ കാൽപാദങ്ങൾ നനകല്ലിന്മേൽ കയറ്റി വെച്ച് അവൾ ഉടുത്തിരുന്ന ടവൽ മുകളിലേക്ക് വകഞ്ഞു മാറ്റി അവളുടെ കൊഴുത്തുരുണ്ട തുടകളിൽ സോപ്പ് വതച്ച് തേക്കുന്നത് ഞാൻ ഇമ വെട്ടാതെ നോക്കി നിന്നുപോയി. അവളുടെ കരങ്ങൾ അവളുടെ കഴുത്തിലും കൈക്കുഴിയിലും സോപ്പ് തേച്ച് തുടങ്ങിയപ്പോഴേക്കും എൻ്റെ ആള് സടകുടഞ്ഞ് ഉണർന്നെണീറ്റിരുന്നു. ഇങ്ങനെ നോക്കി മതിമറന്ന് നിൽക്കുമ്പോഴാണ് ആരോ മുരടനക്കുന്ന ശബ്ദം കേട്ട് ഞാൻ ഞെട്ടി താഴെ മുറ്റത്തേക്ക് നോക്കിയത്. അവിടെ നിന്ന് വീണ എന്നെ നോക്കി നിൽക്കുന്നത് കണ്ട് ഞാൻ ആകെ ചമ്മി വല്ലാതായി. ഞാൻ വേഗം തന്നെ താഴെ എത്തി തുണി മാറി ക്ലബിലേക്ക് വെച്ച് പിടിച്ചു. അന്ന് പതിവിലും വൈകിയാണ് ഞാൻ ക്ലബിൽ നിന്ന് എത്തിയത്. ക്ലബിൽ നിന്നും കഴിച്ചു എന്ന് ജിനുവിനോട് പറഞ്ഞ് വീണയ്ക്ക് മുഖം കൊടുക്കാതെ തടി തപ്പി മുറിയിലെത്തി കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ മകൾ ജിനുവിനോട് പറയുന്ന കേട്ടു. ആ മീരപ്പെണ്ണ് ഇനി മുതൽ വീട്ടുപണിക്ക് വരണ്ട എന്ന് പറഞ്ഞെന്നും അതിനു പകരമായി അവളുടെ തള്ളെ അയക്കാൻ പറഞ്ഞിട്ടുണ്ടെന്നും. ഞാൻ പതിയെ ഒന്ന് പാളി നോക്കിയപ്പോൾ വീണ എന്നെ തന്നെ നോക്കിക്കൊണ്ടാണ് ഇതെല്ലാം പറഞ്ഞതെന്ന് വ്യക്തമായി. ബിസിനസ് ടൂർ പോകാനുള്ള തിരക്കായതിനാൽ ജിനു വീണ പറയുന്നതൊന്നും കാര്യമായി ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. ആ നിൻ്റെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞ് 15 ദിവസം നീളുന്ന ബിസിനസ് യാത്രയ്ക്കായി അച്ഛാ പോയി വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ജിനു തിരക്കിട്ടിറങ്ങി. അവൻ എത്രയും വേഗം എയർപോർട്ടിൽ എത്തേണ്ടതാണ്. വീണ വല്ലതുമൊക്കെ ചോദിച്ചേക്കുമെന്ന ഭയത്തിൽ ഞാനും പെട്ടെന്ന് തന്നെ തോട്ടത്തിലേക്കെന്ന് പറഞ്ഞ് സ്ഥലം കാലിയാക്കി. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞുള്ള പതിവുറക്കവും അന്ന് വേണ്ടെന്ന് വെച്ച് 4-4:30 വരെ വെറുതെ തോട്ടത്തിൽ കൂടി ചുറ്റിക്കറങ്ങി നടന്നു. വീട്ടിൽ തിരികെ എത്തിയപ്പോൾ വീണ എവിടെയോ പോകാനായി റെഡിയായി നിൽക്കുകയാണ്. അച്ഛൻ ഇരിക്ക്, ഞാനിപ്പോൾ ചായ കൊണ്ടുവരാം എന്നു പറഞ്ഞ് അവൾ അകത്തേക്ക് പോയി. പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള മട്ടിലായിരുന്നു പെരുമാറ്റം.
എങ്കിലും എനിക്ക് ആകെ ഒരു വെപ്രാളം തോന്നാതിരുന്നില്ല. ചായക്കപ്പ് എനിക്ക് തന്നുകൊണ്ട് പറഞ്ഞു, അച്ഛാ, ഞാൻ കാറൊന്നെടുക്കുകയാണ്. അത്യാവശ്യമായിട്ട് അല്പം ഷോപ്പിംഗ് ഉണ്ട്. അച്ഛന് ബുദ്ധിമുട്ടാവില്ലല്ലോ? ഇല്ല എന്നർത്ഥത്തിൽ ഞാൻ തലയാട്ടി. തലേന്നത്തെ ചമ്മലാലാവണം എൻ്റെ നാവ് കെട്ടിയതുപോലെ അനുഭവപ്പെട്ടു. വീണ തിരികെ എത്തിയപ്പോഴേക്ക് മണി 7 കഴിഞ്ഞിരുന്നു. എൻ്റെ ക്ലബിൽ പോക്ക് മുടങ്ങി എന്നെനിക്ക് മനസ്സിലായി. ഇനി TV തന്നെ ശരണം. വീണയെ അഭിമുഖീകരിക്കാനാണെങ്കിൽ ആകെ ചമ്മലും. മകളേക്കാൾ പ്രായം കുറഞ്ഞ വേലക്കാരി കൊച്ചിൻ്റെ സീൻ ഞാൻ ആസ്വദിച്ച് നിൽക്കുന്നത് അവൾ കയ്യോടെ പിടിച്ചതാണല്ലോ. അച്ഛൻ ഇന്നിനി ക്ലബിൽ പോകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ലിക്കർ ക്യാബിനറ്റിൽ നിന്ന് ശിവാസ് റീഗലിൻ്റെ ഒരു കുപ്പിയും ഗ്ലാസും ഐസ് ബക്കറ്റും കുറച്ച് കാഷ്യൂനട്ട്സും കൊണ്ടുവന്ന് എൻ്റെ മുന്നിൽ വെച്ചു. അച്ഛൻ കഴിക്ക്, ഞാനൊന്ന് ഫ്രഷായി വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇരിക്കുന്നതിൻ്റെ വലതുഭാഗത്തുള്ള അവരുടെ ബെഡ്റൂമിലേക്ക് പോയി. ഞാൻ TV ഓൺ ചെയ്ത് ന്യൂസ് ചാനൽ വെച്ചു. ഒരു പെഗ് ഒഴിച്ച് ഐസും ചേർത്ത് ഒന്ന് സിപ്പ് ചെയ്തിട്ട് ഞാൻ വെറുതെ അവരുടെ മുറിയുടെ ഭാഗത്തേക്കൊന്ന് നോക്കി. മുറിയുടെ കതക് പകുതിയെ ചാരിയിരുന്നുള്ളൂ. അതിലൂടെ അകത്ത് വീണ ഡ്രസ്സിംഗ് ടേബിളിൻ്റെ കണ്ണാടിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ആഭരണങ്ങൾ ഊരിവെക്കുന്നത് നന്നായി കാണായിരുന്നു. വീണ്ടും എൻ്റെ ശ്രദ്ധ ന്യൂസ് ചാനലിലേക്കായി. അല്പം കഴിഞ്ഞ് ഞാൻ അറിയാതെ എൻ്റെ കണ്ണുകൾ വീണ്ടും അവരുടെ മുറിയുടെ വാതിലിലേക്ക് പോയി. ഒരു നിമിഷം എൻ്റെ ശ്വാസം നിലച്ചതുപോലെ തോന്നി. കാരണം അപ്പോൾ വീണ നിലക്കണ്ണാടിയുടെ മുൻപിൽ ചുരിദാറിൻ്റെ ടോപ്പില്ലാതെ നിൽക്കുകയായിരുന്നു. ചുമന്ന നിറത്തിലുള്ള ഷെമ്മിയാണിപ്പോൾ ഇട്ട് നിൽക്കുന്നത്. തുളുമ്പി നിൽക്കുന്ന അവളുടെ ആ ഷേപ്പും ഭംഗിയും അവൾ പല ആംഗിളുകളിൽ നിന്നും സ്വയം നോക്കി ആസ്വദിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ നോട്ടം അവിടുന്ന് തിരിച്ചെങ്കിലും ഞാൻ അറിയാതെ എൻ്റെ നിയന്ത്രണങ്ങളെ മറികടന്ന് എൻ്റെ കണ്ണുകൾ വീണ്ടും അവിടേക്ക് തന്നെ പോയി. അല്പം നേരം കൂടി അവൾ തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ നിന്ന് ഭംഗി ആസ്വദിച്ച ശേഷം അവളുടെ കൈകൾ ഷമ്മി ഊരാനായി പോകുന്നു. എല്ലാം മറന്ന് ഞാൻ കണ്ണുകൾ മാറ്റാനാവാതെ നോക്കിയിരുന്നു പോയി. എൻ്റെ മകളാണതെന്ന് ഞാൻ മറന്നേ പോയി. ഒരപ്സരസ് ആ മുറിയിൽ നിൽക്കുന്നത് പോലെ എൻ്റെ ഹൃദയം തുടികൊട്ടി. അതിമനോഹരിയായ ഏതോ ഒരു യുവതിയുടെ സൗന്ദര്യം നോക്കി ആസ്വദിക്കുന്ന പോലെയായിരുന്നു എൻ്റെ മനസ്സിൽ. കൂടാതെ ഉള്ളിൽ നുരഞ്ഞു തുടങ്ങിയ 2 ലാർജിൻ്റെ ലഹരിയും. പഠിക്കുന്ന കാലത്ത് സ്പോർട്സിൽ ആക്റ്റീവ് ആയിരുന്നതിനാൽ അവളുടെ 5 അടി 6 ഇഞ്ച് പൊക്കവും അതിനൊത്ത വണ്ണവും ഇപ്പോഴും ചെയ്യുന്ന യോഗയും നിവർന്ന വിശ്വാസത്തോടെയുള്ള നടപ്പും എല്ലാം അവളെ അഴകിൻ്റെ ഒരു അതിമനോഹര വിഗ്രഹമാക്കിയിരുന്നു. എൻ്റെ സ്വന്തം മകളായതിനാൽ ഞാൻ അവളെ ഒരിക്കലും ഇങ്ങനെ ശ്രദ്ധിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ കണ്ട കാഴ്ച എൻ്റെ മനസ്സിനെ മാറ്റിമറിച്ചു. പ്രത്യേകിച്ചും മാസങ്ങളായി ഒരു പെണ്ണിനെ അറിയാതിരുന്നിട്ട് പെട്ടെന്ന് ഇന്നലെയും ഇന്നുമായി കണ്ട കാഴ്ചകൾ. ലഹരിയുടെ നനുത്ത മൂടൽ മഞ്ഞിലും പെട്ടെന്ന് എനിക്ക് സംശയം തോന്നി. വീണയ്ക്ക് ഞാൻ നോക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോ? അവൾ എന്താണ് വാതിൽ നന്നായി അടയ്ക്കാത്തത്? എൻ്റെ തോന്നൽ മാത്രമാവും അതെന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞു. അല്ല, എൻ്റെ കണ്ണുകൾക്ക് കുളിർമയേകാനായി അവൾ മനഃപൂർവ്വം ചെയ്യുന്നതാണ് എന്ന് തെളിയിച്ചുകൊണ്ടായിരുന്നു പിന്നീടുള്ള അവളുടെ ഓരോ പ്രവൃത്തിയും. അതാ അവളുടെ കൈ ചുരിദാറിൻ്റെ ബോട്ടത്തിൻ്റെ ചരടിലേക്ക് നീങ്ങുന്നു. എൻ്റെ ശ്വാസഗതി കൂടി. ആകാംക്ഷയോടെ ഞാൻ നോക്കിയിരുന്നു. ഇനി ഇവിടെ നടക്കുന്ന സംഭവബഹുലമായ കാര്യങ്ങളും വീണയുടെ മാസ്റ്റർ പ്ലാനും അതൊക്കെ എന്താണെന്നുള്ള കഥ വളരെ വിശദീകരിച്ച് ഞാൻ നമ്മുടെ ഏപ്രിൽ മെയ് സ്പെഷ്യൽ ടെലഗ്രാം ചാനലിൽ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചാനലിൽ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർക്ക് മെസ്സേജ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് ബോക്സിലോ കൊടുത്തേക്കാവേ. അപ്പോൾ അവിടെ വന്ന് ബാക്കി സ്റ്റോറി കേൾക്കുക. എന്നിട്ട് കഥ എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള അഭിപ്രായം എല്ലാവരും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് പുതിയൊരു സ്റ്റോറിയായിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ. വിത്ത് ലവ്, അലീന.